നാളികേരം ചിരകാനായിട്ട് ഇങ്ങനൊരു മെഷീൻ ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല. ഞാനിത് മേടിച്ചിട്ട് ഇത് 6ാമത്തെ വർഷമാണ്. ഇത് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ സിംഗിൾ ഫേസ് കറണ്ടിൽ ഇത് വർക്ക് ചെയ്യും. ഇതിൻ്റെ സ്പീഡാണെങ്കിൽ സ്ലോ സ്പീഡാണ്. ഇത് ഉറപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതിനൊരു വാക്വം ഇതിലാണ് ഇത് ഉറക്കണം വെച്ച് ഇങ്ങനെ ചിലത് ഉറച്ചുകൊണ്ടോ. പിന്നെ ഇത് സ്ലോ സ്പീഡായതുകൊണ്ട് നമുക്ക് ചിരകാനൊക്കെ എളുപ്പമാണ്. ഇതിൻ്റെ സ്പീഡ് കണ്ടോ, സ്ലോ ആണ്. ഇത് നമ്മൾ നാളികേരം മുറിച്ച് അത് കൈകൊണ്ട് പിടിച്ച് തന്നെ ചിരകണം. അല്ലാതെ നാളികേരം വെച്ച് കൊടുത്തിട്ട് ചിരകി പാക്കറ്റിലേക്ക് വരുന്നില്ല. ഇത് ചിരകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തിരിച്ചിൽ കണ്ടോ, ഇങ്ങോട്ടാണ് തിരിയുന്നത്, ഇങ്ങോട്ട്. അതായത് മെഷീൻ്റെ പിന്നിൽ നിന്ന് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിന്ന് നോക്കുകയാണെങ്കിൽ റൈറ്റിലേക്കാണ് തിരിയുന്നത്. അപ്പോൾ നമ്മൾ ഈ മുഴിച്ച നാളികേരം വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ വശം വെക്കരുത്. അതായത് തിരിയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വെക്കേണ്ടത്. ഈ വശം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചാടുള്ളൂ, കണ്ടോ, ഇതൊക്കെ ചാടേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. നമ്മളെന്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് ഈ കൈ മേലെ വെച്ച് അടച്ച കൈ വയ്ക്കുക. ഈ കയ്യിൽ നാളികേരം പിടിച്ച് ഇങ്ങനെ പിടിച്ചാൽ ഈ സൈഡ് ഓപ്പോസിറ്റ് സൈഡിൽ നാളികേരം ഇപ്പോൾ കണ്ടോ ചാടുന്നില്ല. നല്ല സുഖമായിട്ട് ചിരകണം. ഇവിടെ വെച്ചാൽ ചാടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചിരകണം. ഒരു മുറിവ് നാളികേരം ചിരകാനായിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മതി. ഇത് ചെറുതാണ് വലുതാണെന്നുണ്ടെങ്കിൽ അതിന് സംഭവിക്കും. വളരെ നന്നായി കുട്ടികളൊന്നും ഇല്ലാതെ സുഖമായിട്ട് ചിരകാൻ പറ്റും മെഷീനിൽ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് വാങ്ങിയിട്ട് ഇത് 6ാമത്തെ വർഷമാണ്. ഇതുവരെയും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ കമ്പനി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 നാളികേരത്തിൽ കൂടുതൽ ഒറ്റയടിക്ക് ചിരകരുതെന്നാണ് പറയുന്നത്. അതായത് കാലത്തോട്ട് വൈകുന്നേരം വരെ നാളികേരം ഇത് കത്തിപ്പോവും. ഇത് മോട്ടോർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് വെച്ച് ഗിയർ വെച്ച് ഇതിൻ്റെ സ്പീഡ് ഡൗൺ ചെയ്തിരിക്കുക. ഇപ്പം ഇറങ്ങുന്നതിൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഒക്കെ ഉള്ളതുണ്ട്. കൂടുതൽ എന്താ പറയുക, കൂടുതൽ ലോഡ് വരികയാണെങ്കിൽ ഓഫാവുന്നതും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിപ്പോഴും നന്നായിട്ട് തോന്നിയത് ഈ മെഷീൻ തന്നെയാണ്. അത് ഇതിൽ കുറേ നാൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഈ മെഷീൻ ചെയ്യുന്നത് ഇങ്ങോട്ടാണെങ്കിൽ ആ വശത്ത് നമ്മൾ നാളികേരം വെച്ച് കൊടുക്കരുത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും വെക്കേണ്ടത്. ഈ സൈഡിൽ വെച്ചാൽ ചാടും. ചിലപ്പോൾ കയ്യിൽ നിന്ന് നാളികേരമൊക്കെ തെന്നിപ്പോയി കൈ മുറിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു മെഷീൻ്റെ പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. ഇത് നിങ്ങൾ വാങ്ങാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ താഴെ ഇരുന്നിട്ട് ചിരകേണ്ട കാര്യമില്ല. പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ ചിരകി കൂടുതൽ പ്രയത്നം. ഇപ്പം വേറെ സാധനങ്ങളും ചെറിയ ചെറിയ യന്ത്രങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ടേബിളിൽ പിടിപ്പിച്ച് കൈ കൊണ്ട് ചിരകാവുന്നതൊക്കെ. പക്ഷെ ഇത് വളരെ ഈസിയാണ് ഉപയോഗിക്കാൻ, യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഒരു ചെറിയ ശ്രദ്ധ വേണം ഇത് ഉപയോഗിക്കുമ്പോൾ മാത്രം.